സ്കൂൾ അവധി മാറ്റത്തിനുള്ള ആലോചനയും സമയമാറ്റവും പഠിക്കാൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മർക്കസ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെയും സയൻസ് ലബോറട്ടറിയുടെയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബിജെപിയുടെ കേരളത്തിലെ അക്കൗണ്ട് ക്ലോസ് ചെയ്താണ് താൻ നിയമസഭയിൽ എത്തിയതെന്നും താൻ ഇന്നും മതേതരത്വത്തിനും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി നിലകൊള്ളുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഇവിടെ സമയമാറ്റത്തിന്റെ പ്രശ്നം ഉസ്താദ് സൂചിപ്പിച്ചു. അതേപോലെ തന്നെ അവധിക്കാലത്തിന്റെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് സൂചിപ്പിച്ചു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ തന്നെ ആലോചിക്കുന്നതിന് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നമുക്ക് ചുമതലപ്പെടുത്താം. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കമ്മിറ്റി ചുമതലപ്പെടുത്താം. ആ കമ്മിറ്റിയുടെ ഉപദേശവും കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് നമുക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസ രംഗത്ത് ഭരണപക്ഷം പ്രതിപക്ഷമില്ല, എല്ലാവരും കൂടെ അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാകുകയാണ്. കേരളത്തിലെ ബിജെപിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഞാൻ കേരള സംസ്ഥാന നിയമസഭയിലേക്ക് എത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ എടുക്കുന്ന നിലപാട് എന്താണെന്ന് ഞാനിവിടെ വീണ്ടും പ്രസംഗിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ എന്നും മതേതരത്വത്തിനും അതുപോലെ തന്നെ ന്യൂനപക്ഷ സംരക്ഷണത്തിനും വേണ്ടി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, ഈ സ്കൂൾ അവധിമാറ്റം മന്ത്രി മുന്നോട്ട് വെച്ചാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. അതിൽ കാര്യമായി പഠിച്ച ശേഷം മാത്രം തീരുമാനമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ് വി ശിവൻകുട്ടി അവിടെ കൂട്ടിച്ചേർത്തത്? ദിവിഷ് മണി, സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ, അതായത് രാവിലെ 15 മിനിറ്റും വൈകിട്ട് 15 മിനിറ്റും ഒക്കെ കൂട്ടുന്ന കാര്യത്തിൽ ഒരു ചർച്ച വന്ന ഘട്ടത്തിൽ തന്നെ ഇരുവിഭാഗം സമസ്തകളും ഇതിൽ എതിർപ്പുന്നയിച്ചിരുന്നു. വലിയ പ്രതിഷേധമുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയെ പോയി ഇ.കെ. വിഭാഗം സമസ്ത മുഖ്യമന്ത്രിയെ അടക്കം പോയി കാണുകയും ചെയ്തിരുന്നു. എന്നാൽ സമസ്തയുടെ അടക്കം നിലപാടുകളെ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ മുഖവിലക്കെടുക്കുന്നു. ആ ചർച്ചകൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇന്ന് കാരന്തൂർ മർക്കസിൽ അവിടുത്തെ മർക്കസിന്റെ സയൻസ് ലബോറട്ടറി ഉദ്ഘാടനം അടക്കമുള്ള പരിപാടികൾ നടന്നിരുന്നു. അങ്ങോട്ടേക്കാണ് മന്ത്രി വി ശിവൻകുട്ടി എത്തിയത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തു. ആ ചർച്ചയിൽ കാന്തപുരം സ്കൂൾ സമയമാറ്റവും അതുപോലെ തന്നെ അവധി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച മന്ത്രിയുമായിട്ട് നടത്തുകയും ചെയ്തു. അതിനുശേഷം ഇത് പൊതുവേദിയിൽ മന്ത്രി ഇരിക്കെ തന്നെ കാന്തപുരം ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. അതിൽ കാന്തപുരം മുന്നോട്ട് വെച്ച അഭിപ്രായം എന്ന് പറയുന്നത്, സ്കൂൾ അവധിയുടെ കാര്യത്തിലാണെങ്കിൽ മെയ് മാസം നല്ല ചൂടാണല്ലോ, അങ്ങനെയെങ്കിൽ മെയ് മാസത്തിൽ അവധി കൊടുക്കാം. അതുപോലെ തന്നെ നല്ല മഴയുള്ള ജൂൺ മാസം, ഈ 2 മാസങ്ങളെടുത്ത് കുട്ടികൾക്ക് അവധി നൽകുന്നതായിരിക്കും ഉചിതം. അതാണ് തന്റെ അഭിപ്രായമെന്ന് കാന്തപുരം പൊതുവേദിയിൽ പറഞ്ഞു. അതുപോലെ തന്നെ സ്കൂൾ സമയമാറ്റത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത്, ശരി, എന്തായാലും ആ കാര്യത്തിൽ വളരെ കൃത്യമായ പരിശോധനകളിലൂടെ മാത്രമാണ്